സാൻ മാർക്കോ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ വന്നു നിൽക്കുക. ജിയോവന്നി റൊത്തോന്ത എന്ന ആശ്രമം ഇവിടെയാണ്. എന്താണ് ഈ ആശ്രമത്തിൻ്റെ പ്രത്യേകത? പാദ്രെ പിയോ സന്യാസിയായി ജീവിച്ച ഇടമാണിത്. ഇനി ആ ഗ്രാമത്തിലേക്കൊന്ന് നോക്കുക. പഴയകാല ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള ചെറു ഭവനങ്ങളും ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നത് പോലുള്ള ഗ്രാമ അന്തരീക്ഷങ്ങളും. ഇത് കുന്നിനു മുകളിലുള്ള ഒരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് റൊത്തോന്ത എന്ന് പറയുന്ന ആശ്രമം. ഈ ആശ്രമത്തിലാണ് ഫ്രാൻസിസ്കോ എന്ന പേരുള്ള പാദ്രെ പിയോ വന്നു ചേരുന്നത് 15ാമത്തെ വയസ്സിൽ. അദ്ദേഹം തുടക്കകാലം മുതലേ പ്രത്യേകമായ സ്വഭാവ സവിശേഷതയുള്ള ആളായിരുന്നു. കപ്പൂച്ചിൻകാരുടെ കടുകട്ടിയായ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നതിൽ വളരെ സന്തോഷം, സദാ പ്രസരിപ്പ്, ഉന്മേഷം, ഓടി നടന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തുന്ന പ്രകൃതം. പതുക്കെ പതുക്കെ വളരെ പ്രത്യേകതയുള്ള മനുഷ്യനായിട്ട് അദ്ദേഹത്തെ ആളുകൾ കണ്ടു തുടങ്ങി. അച്ഛനായതിനു ശേഷം അദ്ദേഹത്തെ പാദ്രെ പിയോ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? പിയോ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെ അർത്ഥം വിശുദ്ധൻ, ഭക്തൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം വിശുദ്ധനായ ഭക്തനായ അച്ഛൻ തന്നെയായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ വളരെ അതിസ്വാഭാവികമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ശ്രദ്ധ വന്നു തുടങ്ങി. അദ്ദേഹത്തിന് ഒരേ സമയം 2 ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവുണ്ടായിരുന്നു. ബൈലൊക്കേഷൻ എന്ന് നമ്മളതിനെ വിളിക്കും. പിന്നെ അന്തരീക്ഷത്തിൽ ഉയർന്നു പോകുന്ന കഴിവ്, ലെവിറ്റേഷൻ എന്നതിനെ വിളിക്കും. ആളുകളുടെ ഹൃദയം കാണാനും ചിന്ത മനസ്സിലാക്കാനുള്ള കഴിവ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് മാലാഖമാരുടെയും ഭൂതഗണങ്ങളുടെയൊക്കെ ദർശനങ്ങൾ കിട്ടിത്തുടങ്ങി. അദ്ദേഹത്തെ പൈശാചിക ശക്തികൾ വന്ന് വല്ലാതെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥകളുണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെയൊക്കെ പരിസമാപ്തി എന്ന മട്ടിൽ സ്റ്റിഗ്മാറ്റ, പഞ്ചക്ഷതങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു. അത് 50 വർഷക്കാലം മരിക്കുന്നവരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വത്തിക്കാൻ നിയോഗിച്ച ഡോക്ടർമാരുടെ സംഘം വിദഗ്ധ പരിശോധനകളൊക്കെ നടത്തിയിട്ട് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഈ മുറിവ് വലുതാവുകയോ ചീഞ്ഞഴിഞ്ഞ് ദുർഗന്ധം വരുത്തുകയോ ഒന്നുമില്ല. ഒരു കാശുരൂപത്തിൻ്റെ വലിപ്പത്തിൽ അതങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല പലപ്പോഴും പുഷ്പത്തിൻ്റെ സുഗന്ധം പരത്തുന്ന ഒരു വല്ലാതെ അത്ഭുതപ്പെടുന്ന അവസ്ഥവും ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഭാവി പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലായിരുന്നു. കരോൾ വോയ്റ്റിവ എന്ന യുവവൈദികൻ, 27 വയസ്സുള്ള യുവവൈദികൻ 1947 അദ്ദേഹത്തെ കാണാൻ ചെന്നു. അപ്പോൾ ഇദ്ദേഹം ആ യുവവൈദികനെ, വെറും 27 വയസ്സുള്ള യുവവൈദികനെ ഇദ്ദേഹം വിളിച്ചത് യുവർ ഹോളിനെസ് എന്നാണ്. അത് പാപ്പമാരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. പരിശുദ്ധ പിതാവേ എന്ന് 27 വയസ്സുള്ള ഒരാളെ വിളിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, സഭയുടെ ഏറ്റവും പരമോന്നത സ്ഥാനത്ത് താങ്കൾ എത്തിച്ചേരും. ആ കരോൾ വോയ്റ്റവയാണ് ജോൺ പോൾ രണ്ടാമനായി മാറിയത്. പിന്നീട് അദ്ദേഹം കുർബാന അർപ്പിക്കുമ്പോൾ അതൊരു വലിയ അത്ഭുതത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. കുർബാന 2 മണിക്കൂറോളം നീണ്ടു നിൽക്കും. അത് കാണാനായിട്ട് ആളുകൾ തിങ്ങിക്കൂടും. ചില സമയത്ത് ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നു. അവസാനം അദ്ദേഹത്തെ കുർബാന അർപ്പിക്കുന്നതിൽ നിന്നും വത്തിക്കാൻ വിലക്ക് കൽപ്പിക്കുന്ന ഒരു സ്ഥിതി വരെ വന്നു ചേർന്നു. പിന്നീട് മരിക്കുന്നവരെ അദ്ദേഹം കർത്താവിൻ്റെ സന്നദ്ധ ഭടനായിട്ട് ഓടി കിടന്നു. ഇതിനിടയിൽ അദ്ദേഹം ആശുപത്രി സ്ഥാപിച്ചു. അവിടെയും കരുണയുടെ ഒരു ആൾരൂപം പോലെ അദ്ദേഹം മാറി. 81ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ അദ്ദേഹം എല്ലാവർക്കും എല്ലാമായി ക്രിസ്തുവിൻ്റെ സ്വന്തമായി ജീവിച്ചു. പള്ളിയുടെ അകത്തേക്ക് നമുക്ക് യാത്ര നടത്താം. തീർത്ഥാടകർ ധാരാളമായിട്ട് ഈ പള്ളിക്കകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. വളരെ ലളിതമായ ഒരു പള്ളിയാണ്. റോമിലെ മറ്റു ബൃഹത്തായ ദേവാലയങ്ങൾ പോലെയല്ല, ആധുനിക കാലത്ത് പണി കഴിക്കപ്പെട്ടിട്ടുള്ള വളരെ ലളിതമായ സുന്ദരമായ പള്ളി. ആളുകൾ പല നിയോഗങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് മൗനമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ജീവിതത്തിൻ്റെ സുപ്രധാന നിമിഷങ്ങളെ ഫോട്ടോയിൽ പകർത്തിയിട്ടുണ്ട്. ആ ഫോട്ടോകളുടെ ഒരു ശേഖരമാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത്. സുന്ദരമായ ആഴമാർന്ന ജീവിതത്തിൻ്റെ ആഴപ്പെടുത്തുന്ന കാലത്തിൻ്റെ കോറലുകൾ പോലെ ഈ ഫോട്ടോ എക്സിബിഷൻ അദ്ദേഹത്തിൻ്റെ കുർബാന കുപ്പായവും കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന തിരുപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സമ്പാദ്യമായിരുന്ന പാത്രങ്ങളും മറ്റുപകരണങ്ങളുമെല്ലാം വളരെ ഭംഗിയോടുകൂടി ചിട്ടയിൽ ക്രമീകരിച്ച് നമുക്ക് ദിവ്യമായ ഒരു വിരുന്നിൻ്റെ അനുഭവം സമ്മാനിക്കുന്നതിന് വേണ്ടി അവർ സമർപ്പിച്ചിട്ടുണ്ട്. നന്ദി അവർക്ക്. ഒരു പുരോഹിതൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഫുൾട്ടൻ ജെഷീൻ എഴുതിയതുപോലെ പുരോഹിതൻ അവന് സ്വന്തമല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പാദ്രി പിയോ സ്വീകരിച്ച ലെറ്ററുകളുടെ ശേഖരത്തിന് മുമ്പിലാണ്. ലോകം മുഴുവനുള്ള ധാരാളം മനുഷ്യർ അദ്ദേഹത്തിന് കത്തുകൾ എഴുതി. ആ കത്തുകൾക്കൊക്കെ അദ്ദേഹം മറുപടി നൽകി. കേരളത്തിൽ പലർക്കും അദ്ദേഹത്തിൻ്റെ കത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയേറെ സമയം കണ്ടെത്തി? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടല്ലേ അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയേറെ സമയം കണ്ടെത്തിയത്? എമേഴ്സൺ എഴുതി, "A great man shows his greatness by the way he deals with the little men." ചെറിയ ആളുകൾക്ക് വലിപ്പം കൊടുത്തുകൊണ്ടാണ് വലിയ മനുഷ്യർ അവരുടെ വലിപ്പം കാട്ടുന്നത്. ചെറിയ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടല്ല. മറ്റൊരാൾ സീറോ ആക്കിയിട്ടല്ല ഹീറോയായി മാറാൻ ശ്രമിക്കുന്നത്. ഹീറോയിസം മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ടാണ്. ഈ കത്തുകൾ സ്നേഹത്തിന് അത്ഭുതങ്ങളാണ്. പാദ്രി പിയോ പ്രവർത്തിച്ച പല അത്ഭുതങ്ങളിൽ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അത്ഭുതമാണ് ഇത്. പാദ്രി പിയോയുടെ പഞ്ചക്ഷതങ്ങളുടെ ഒറിജിനൽ പിക്ചർ ഇതാണ്. പഞ്ചക്ഷതങ്ങൾ ക്രിസ്തുവിൻ്റെ സമ്മാനം പോലെ ഏറ്റുവാങ്ങിയ വിശുദ്ധൻ പിന്നീട് മറ്റുള്ളവരുടെ മുറിവുണക്കുന്നയാളായി മാറി. കത്തോലിക്ക സഭ പെട്ടെന്നങ്ങ് ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാറില്ല. പഞ്ചക്ഷതങ്ങൾ ഒറിജിനലാണോ എന്ന ചിന്ത ബലപ്പെട്ട് വന്നപ്പോൾ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. ചില ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ അവരടങ്ങിയ വിദഗ്ധ സംഘം ചില കെമിക്കലുകളൊക്കെ ഈ മുറിവുകളിൽ വെച്ച് കെട്ടി. പക്ഷേ വെച്ചുകെട്ടലുകൾ അഴിച്ചു മാറ്റിയപ്പോൾ ദുർഗന്ധമോ ചീഞ്ഞഴിഞ്ഞ അവസ്ഥകളുണ്ടായിരുന്നില്ല. മുറിവ് അങ്ങനെ തന്നെ അതിൽ നിന്നും സുഗന്ധം വരികയും ചെയ്തു. വിശുദ്ധരങ്ങനെയാണല്ലോ, മുറിവിൽ നിന്ന് പോലും സുഗന്ധം ഒഴുകി വരും. ഒരു മുളയുടെ മുറിവിൽ നിന്നും പാട്ടൊഴുകി വരുന്നത് പോലെ, ഭൂമിയുടെ മുറിവിൽ നിന്നും പുഴയൊഴുകി വരുന്നത് പോലെ, തിരുഹൃദയത്തിൽ നിന്നും ഒഴുകി വരുന്ന ജലവും രക്തവും ആളുകൾക്ക് സൗഖ്യമേകുന്നത് പോലെ വിശുദ്ധരുടെ മുറിവുകൾ നിറവുകളായി മാറുന്നു. അവസാന ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയ മുറിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുക. ഒരു സുന്ദരമായ ജീവിതത്തിൻ്റെ അതിസുന്ദരമായ അന്ത്യരംഗം ഇവിടെയാണ് അരങ്ങേറിയത്. അന്ത്യസമയമെടുത്തപ്പോൾ വീൽ ചെയറിൽ തന്നെ ഈ ജനാലക്കരികിലേക്ക് നീക്കി നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് നോക്കി. തൻ്റെ ജീവിതം മൊത്തത്തിൽ അദ്ദേഹം പകർത്തിയെടുത്തു. തൻ്റെ മനസ്സുകൊണ്ട് വൃദ്ധവാഗ്ദാനം നടത്തി. പിന്നെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. മടങ്ങി മുറിയിലേക്ക് പോയി. പാദ്രി പിയോ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾക്ക് മുമ്പിലാണ് ഞാൻ. പഴയ നിയമ പ്രവാചകന്മാർ അവരുടെ വസ്ത്രങ്ങൾ അവരുടെ പിൻഗാമികൾക്ക് നൽകിയിട്ടാണ് ദൈവത്തിൻ്റെ വീട്ടിലേക്ക് യാത്രയാവുന്നത്. പാദ്രി പിയോയുടെ വസ്ത്രങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ആ പുണ്യം തൊട്ടെടുക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന ചിന്തയാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ കാലുകളിലൂടെ നടക്കാൻ മാത്രമേ എനിക്കറിയൂ. ആ വസ്ത്രങ്ങൾ ധരിക്കുവാനുള്ള യോഗ്യതയും എനിക്കില്ല. എന്നാലും പ്രാർത്ഥിക്കുന്നു, ദൈവമേ,
അങ്ങയുടെ വിശുദ്ധരുടെ വഴികളെ ധ്യാനിക്കുവാനും വിശുദ്ധ വഴികളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. കാര്യമായ യോഗ്യതയൊന്നുമില്ലെങ്കിലും പാദ്രി പിയോയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധമായ ഈ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാൻ സാധിച്ചു. മലയാളം ഹൃദയത്തിൻ്റെ ഭാഷയാണല്ലോ. അപ്പോൾ മറുനാട്ടിൽ പോയി പാദ്രി പിയോയുടെ നന്മയും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ പള്ളിയിൽ കുർബാന അർപ്പിക്കുവാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഒരു പക്ഷേ പാദ്രി പിയോ അനുവദിച്ച് തന്ന ഒരു അത്ഭുതമായിരിക്കാം ഇതും. 2008 മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഡീക്കേഡ് അല്ലാതെ ഇൻകറപ്റ്റായി കാണപ്പെട്ടു. അതുമൊരു അത്ഭുതമായിട്ട് സഭ അംഗീകരിക്കുകയും ചെയ്തു. മരണനേരത്ത് 50 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന സ്റ്റിഗ്മാറ്റ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പാദ്രി പിയോയുടെ ഈ രൂപം സിലിക്കോൺ മാസ്ക് അണിഞ്ഞ രൂപത്തിലുള്ളതാണ്. അതായത് ശരീരത്തിൻ്റെ മീതെ ഒരു ലൈക്ക് സിലിക്കോൺ മാസ്ക് ചേർത്ത് അങ്ങനെയാണിത് ഡിസ്പ്ലേ ആക്കി മാറ്റിയിട്ടിരിക്കുന്നത്. ഏതായാലും മരണത്തിനപ്പുറത്തേക്ക് പോകുന്ന ഒരാളുടെ ജീവനുള്ള ഓർമ്മകളും അനുഗ്രഹവും ഈ രൂപത്തിനടുത്ത് നിൽക്കുമ്പോൾ നമ്മെ ഒന്ന് പൊതിയുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമായി മാറുന്നുണ്ട്. 2002 ജോൺ പോൾ രണ്ടാമന് പാപ്പ പാദ്രി പിയോയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന കല്ലറകളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കല്ലറ. ഈ കല്ലറക്കരികിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരൊക്കെ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തെ പോലെ ലാളിത്യത്തിൽ, സ്നേഹത്തിൽ, കനിവിൽ ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്നാണ്. ഞാനും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. കൃപയാർന്നൊരു ജീവിതം എനിക്കും ദാനമായി ദൈവം തരട്ടെ. നല്ല യാത്ര നേരുന്നു.